അപ്പോൾ നബി തങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കണം. എങ്ങനെ നബി തങ്ങൾ ചിരിച്ചിരുന്നത്? ശബ്ദം പുറത്തേക്ക് വരാതെയാണ് നബി തങ്ങൾ ചിരിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ ഫോണിലൂടെ ചിരിക്കുമ്പോൾ മറുഭാഗത്തുള്ള ആള് കേൾക്കുമായിരുന്നില്ല. നമ്മൾ ചിരിക്കാന്ന് ഓൻ അറിയണ്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒച്ച ഉണ്ടാക്കണേ. അതൊന്നും വേണമെന്നില്ല. അത് നമ്മൾ പുഞ്ചിരിക്കുകയാണെങ്കിൽ തന്നെ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവും. ഒച്ച ഉണ്ടാക്കണ്ട. ശബ്ദമില്ലാതെയാണ് നബിതങ്ങൾ ചിരിച്ചിരുന്നത്. ഇന്നമാ കാന യതബസ്സമു, പുണ്യനബി പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. വലാ യുറാദി റാസുഹു, അണപ്പല്ല് കാണപ്പെടാറുണ്ടായിരുന്നില്ല. നടക്കുമ്പോൾ നബിതങ്ങൾ നടന്ന അതേമാതിരി നടക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കുമ്പോൾ നബിതങ്ങൾ ഇരുന്നത് പോലെ ഇരിക്കണം. കൈവെക്കുമ്പോൾ നബിതങ്ങൾ വെച്ചതുപോലെ തന്നെ വെക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല. പരമാവധി കൈ കെട്ടൂല. കെട്ടുകയാണെങ്കിൽ മുന്നേക്ക് മാത്രമേ കെട്ടുള്ളൂ. ഒരിക്കലും നബി തങ്ങൾ പിറകിലേക്ക് കൈകെട്ടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിറകിലേക്ക് കൈകെട്ടാതിരിക്കൽ ഇത്തിബാ ആണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു തണ്ണിമത്തൻ കിട്ടി. ഒരു തണ്ണിമത്തൻ കിട്ടി. കുറേ സമയം അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം അടുത്തുണ്ടായിരുന്ന മറ്റൊരു സഹാബിക്ക് അത് അദ്ദേഹം കൊടുത്തു. അപ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹിബ്നു ഉമർ, നിങ്ങൾ തണ്ണിമത്തൻ കഴിക്കാറില്ലേ എന്ന് ചോദിച്ചോ. പറഞ്ഞു, തണ്ണിമത്തൻ കഴിക്കാത്തത് കൊണ്ടല്ല, നബി തങ്ങൾ എങ്ങനെയാണ് ഇത് മുറിച്ചത് എന്ന് ഓർമ്മ വരാത്തത് കൊണ്ടാണ്. അതാണ് ഇത്തിബാ. ബത്തക്ക മുറിക്കുമ്പോൾ പോലും ഇത്തിബാ നോക്കിയ ആൾക്കാർ എന്നാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹു. തന്നെ ഇത് എല്ലാറ്റിലും വേണം. ഡ്രൈവിങ്ങിലും വേണം. അക്കാലത്തെ വാഹനമായിരുന്ന കുതിരയെയും ഒട്ടകത്തെയും നബി തങ്ങൾ ഓടിക്കാറുണ്ടായിരുന്നു. ഡ്രൈവിങ്ങിൽ ഇത്തിബാ വേണം. തന്നെ എല്ലാറ്റിലും. സംസാരിക്കാൻ വേണ്ടി മാത്രമായി നബി തങ്ങൾ വാഹനപ്പുറത്ത് ഇരിക്കാറുണ്ടായിരുന്നില്ല. എവിടുന്നാ നമ്മളൊരു 5 മിനിറ്റ് വർത്താനം പറയാം, എന്നാ വണ്ടി കയറി ഇരിക്കുക എന്ന് പറഞ്ഞിരുന്നില്ല. ഹദീസ് അതിൻ്റെ വൈക്കും നമ്മളെ വൈക്കും പോയിട്ട് വരില്ല. ഇന്നത്തെ ജീവിതത്തോട് അത് യോജിപ്പിക്കണം. അപ്പോഴേ ഈ ഹദീസ് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുള്ളൂ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായമുണ്ട്. അത് ജീവനുള്ളതല്ലേ, ഇത് ജീവല്ലാത്തതല്ലേ എന്ന് ന്യായമൊക്കെ ഉണ്ട്. പക്ഷെ ആ ന്യായം ശരിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹുക്കുമില്ലാത്തത്. ന്യായം ഉള്ളതുകൊണ്ടാണ് വാഹനത്തിലിരുന്ന് സംസാരിക്കാൻ പാടില്ല. വാഹനത്തിലിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്നല്ല കേട്ടോ, സംസാരിക്കാൻ മാത്രമായി വാഹനത്തിലിരിക്കാൻ പാടില്ല എന്ന ഒരു ഹുക്കുമ് വരാത്തത് ന്യായമുള്ളതുകൊണ്ടാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് ഉപേക്ഷിക്കൽ തന്നെയാണ് നല്ലത്. ഇങ്ങനെ ചെറുതോ വലുതോ ആയ കാര്യങ്ങളാവട്ടെ, എല്ലാറ്റിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യണം. അതാണ് അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് എന്നാണ്. സുന്നത്ത് എടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്നത്. സുന്നത്ത് എടുക്കണം, പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് സുന്നത്ത് ഇഷ്ടപ്പെടുന്നതിന്. ഇഷ്ടപ്പെട്ടിട്ട് എടുക്കലുണ്ട്, കഷ്ടപ്പെട്ടെടുക്കലുണ്ട്. സുന്നത്തുകൾ നമ്മൾ ചെയ്യൽ ഇഷ്ടപ്പെട്ടിട്ടും ചെയ്യും, ഇടങ്ങാറായിട്ട് കഷ്ടപ്പെട്ടിട്ടും ചെയ്യും. പക്ഷേ ഈ സുന്നത്ത് ഇഷ്ടപ്പെട്ട് ചെയ്യണം. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി എന്നാണ്. എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്നാണ്. ചെയ്താൽ എന്നല്ല, ചെയ്യൽ വേറെ വേണം. അതിന് വേറെ ഹദീസുണ്ട്. പക്ഷെ ഈ ഹദീസിൽ ചെയ്താൽ എന്നല്ല, ഇഷ്ടപ്പെട്ടാൽ എന്നാണ്. ചെയ്താലും ഇഷ്ടപ്പെടാൻ കഴിയും, ചെയ്തില്ലെങ്കിലും ഇഷ്ടപ്പെടാൻ കഴിയും. പക്ഷെ മഹബത്തിൻ്റെ അടയാളം സുന്നത്ത് ചെയ്യലല്ല, സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും കാര്യമില്ല, മഹബത്തിൻ്റെ അടയാളാവില്ല. ഇഷ്ടപ്പെട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഇഷ്ടത്തിൻ്റെ അടയാളമാകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നബി തങ്ങളോട് കൂട്ടിയോജിപ്പിക്കണം. സഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു.
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്ത് ഒരു മരം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് താമസം. മുറ്റത്തൊരു മരമുണ്ട്. ആ മരത്തിന് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കും ഉണങ്ങാതിരിക്കാൻ. ഒരു ദിവസം മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ മരത്തിന് വെള്ളം പാരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മറുപടിയാണ് ക്ലിയർ. മറുപടി പറഞ്ഞത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലത്ത് ഇനി അത് ഉണങ്ങാതിരിക്കാനാണ് വെള്ളം പാരുന്നത് എന്ന്. കാരണമാണ് രസം. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ദേശീയ ഗാനം എഴുതിയിട്ടുണ്ട്. സർ സയ്യിദ് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. കാരണമാണ് രസം. ഇന്ത്യനെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്തിൻ്റെ പേരില്ല? അല്ലാമ ഇക്ബാൽ പറഞ്ഞത് എൻ്റെ ഹബീബ് നാവ് കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രോഗം ഉണ്ടായപ്പോൾ ആളുകൾ ചികിത്സിച്ചു. ആ ചികിത്സിച്ച സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ചികിത്സിക്കണ്ട, കാരണം ഇതെൻ്റെ മരണത്തിൻ്റെ ലക്ഷണമാണ്. ഇതേ രോഗം മറ്റാർക്കെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഇന്ത്യൻ ഊത് കൊണ്ട് ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹബീബ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നത് എന്നാണ്. കാരണമാണ് ഏറ്റവും രസം. നമ്മുടെ ജീവിതം ശരിക്കും അങ്ങനെയാണ്. നമുക്ക് പള്ളിയോട് നല്ല ഇഷ്ടമാണ്. എന്താ കാരണം? മുഹമ്മദ് നബിക്ക് പള്ളിയോട് നല്ല ഇഷ്ടമായിരുന്നു. നമുക്ക് നമ്മളെ ഉമ്മാനോട് നല്ല ഇഷ്ടമാണ്. എന്താ കാരണം? മുഹമ്മദ് നബി ഉമ്മാനെ ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പേരെ പൈൻ്റടിക്കാണ്. എന്തേ കാരണം? മുഹമ്മദ് നബി വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ തുണിങ്കുപ്പായും തിരുമ്പാണ്. എന്തേ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്വഹാറത്തു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൾക്കാരുടെ ഇടയിൽ വർത്താനം പറയാനൊരു മടിയാ. എന്തേ കാരണം? അൽഹയാ ശുഅബത്തും മിനൽ ഈമാൻ എന്ന് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു. വിഷയങ്ങൾ നബി തങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്, ഏത് വിഷയമാണെങ്കിലും അങ്ങനെയാണ്. നബി തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കണം. നമ്മളൊരു പെരണ്ടാക്കുകയാണ്. എന്തേ കാരണം? മുഹമ്മദ് നബിക്ക് പെരണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കാരണം അങ്ങനെ ആയിരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു നമ്മൾ പെരയിലൊരു കിണറുത്താണ്, നാടൻ കിണർ. എന്തേ കാരണം? ബീർ റൗഹ എന്ന പേരായ ഒരു കിണർ നബിതങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നബിതങ്ങൾ കുടിക്കുകയും ചെയ്തിരുന്നത്. കാരണം എപ്പോഴും ക്ലിയർ ആയിരിക്കണം. കാരണം മുഹമ്മദ് നബിയോട് ബന്ധപ്പെടണം. നമ്മളൊരു വണ്ടി വാങ്ങാണ്. എന്തേ കാരണം? അക്കാലത്തെ വാഹനമായിരുന്ന കുതിരയും ഒട്ടകവും കഴുതയും നബിതങ്ങൾക്കുണ്ടായിരുന്നു. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. എന്തേ കാരണം? മുഹമ്മദ് നബിക്ക് ഡ്രൈവിംഗ് അറിയാമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുന്നത്ത് എടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നതിന്. സ്വർഗത്തേക്ക് പോകല് എളുപ്പമാണ്, ഒന്ന് ഒരുങ്ങിയാൽ മതി എന്ന് മാത്രം. സ്വർഗത്ത് പോവാന്നുള്ള എളുപ്പമാണ്. അള്ളാഹു തആല നമ്മളാരെയും നരകത്തേക്ക് വേണ്ടി പഠിച്ചതല്ല. അള്ളാഹു നമ്മളെല്ലാരെയും സ്വർഗത്തേക്ക് വേണ്ടി പഠിച്ചതാണ്. ഏറ്റവും മിനിമം യോഗ്യത മുഹമ്മദ് നബിയുടെ ഉമ്മത്തായാൽ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഹല്ലുക്കും ഫിദ്ദുന്യായ, അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ എളുപ്പ സ്വർഗത്ത് പോകാനുള്ള വഴി മുത്തുനബിനെ സ്നേഹിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്നേഹമൊന്നും വേറെ തന്നെയാണ്, അമലുസ്വാലിഹാത്ത് വേറെയുമാണ്. അമലുസ്വാലിഹാത്ത് ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യം ഉണ്ടാകും, എന്നാൽ ഈമാനില്ലാത്ത അമലുസ്വാലിഹാത്ത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. പുണ്യനബിയോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. അമലുസ്വാലിഹാത്ത് ഇല്ലാത്ത സ്നേഹം കൊണ്ട് കാര്യം ഉണ്ടാകും, സ്നേഹമില്ലാത്ത അമലുസ്വാലിഹാത്ത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഈമാനില്ലാത്ത അമലുകൊണ്ട് കാര്യമില്ല, ഒരു പ്രയോജനമില്ല. ഈമാനില്ലാത്ത നിസ്കാരം ഒരു പ്രയോജനം ഉണ്ടാവില്ല. മദീനത്തെ പള്ളിയിൽ 5 വക്തിനും ജമാഅത്തിന് പങ്കെടുത്തിരുന്ന ആളാണ്
അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ എന്ന് പറയുന്ന ആള്, അയാൾ മരണപ്പെട്ടിട്ട് ജനാസ നിസ്കാരത്തിന് നബി തങ്ങൾ പോയി വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയേ ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും, അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ 70 തവണ പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ. ഈമാനില്ലാത്ത അമലു സ്വാലിഹാത്തോട് കാര്യം ഉണ്ടാവില്ല. അതേ സമയത്ത് അമലു സ്വാലിഹാത്തില്ലാത്ത ഈമാൻ കൊണ്ട് കാര്യം ഉണ്ടാവും. അതുകൊണ്ട് ഈമാനിന്റെ ഭാഗമാണ് പുണ്യനബിയോടുള്ള മഹബത്ത്, ഇഷ്ക്, താല്പര്യം, സ്നേഹം എന്തായാലും. അതുകൊണ്ട് അതിനെപ്പോഴും ഒന്നാം സ്ഥാനമുണ്ടായിരിക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ചിന്തയിലെ ഏറ്റവും വലിയ ചിന്തയായിരിക്കണം, നമ്മുടെ പരിഗണനയിലെ ഏറ്റവും വലിയ പരിഗണനയായിരിക്കണം, നമ്മുടെ വായനയിലെ ഏറ്റവും വലിയ വായനയായിരിക്കണം, നമ്മുടെ കേൾവിയിലെ ഏറ്റവും വലിയ കേൾവിയായിരിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ധാരാളം വ്യക്തികളുണ്ടായിരുന്നു, ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളോട് തൻ്റെ ഉമ്മ ഒരിക്കൽ ഇങ്ങനെ ഉപദേശിച്ചു എന്നാണ്, മോനെ നിന്റെ വിവരത്തിലെ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണമെന്ന്. അയാൾക്കൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു എന്നാണ്, എന്ത് വിവരം പഠിച്ചാലും അന്ന് തന്നെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് നബി തങ്ങളെ കുറിച്ച് എന്തേലും പുതിയൊരു കാര്യം പഠിക്കും. വിവരത്തിലെ ഏറ്റവും വലിയ വിവരം നബി തങ്ങളെ കുറിച്ചാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മാതാവിനെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അഭിമാനമായി എപ്പോഴും പറയാറുള്ള ഉമ്മ. അതുകൊണ്ട് കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മുഹമ്മദ് നബി ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുള്ള എല്ലാ ആൾക്കാരും വിജയിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഭാര്യയുമായി ഇണചേർന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടിയായിരുന്നു എന്ന് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹുവിന് കിതാബു ശിഫ എന്ന ഒരു ഗ്രന്ഥമുണ്ട്, ശമന ഗ്രന്ഥം. കിതാബു ശിഫയുടെ മുഖദ്ദിമയിൽ ആദ്യ ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാചകം ഉദ്ധരിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ മക്കം ഫതഹിന്റെ സമയത്താണ് ഇസ്ലാമിലേക്ക് വന്നത്. മക്ക മുസ്ലിങ്ങൾക്ക് ഫതഹായി കിട്ടിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനെ തെരഞ്ഞു പോയി. കണ്ണ് കാണാൻ കഴിയാതെ പ്രായം കൂടുതലുള്ള ഒരാളായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ വാപ്പ. സിദ്ദീഖുൽ അക്ബറിനെ കണ്ടപ്പോ വാപ്പ പറഞ്ഞു, മോനെ എനിക്കും എൻ്റെ മതത്തിലേക്ക് വരണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നടക്കാൻ വയ്യല്ലോ. വാപ്പാനെ തോളിലിട്ടിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖേ അനക്കിന്നോടൊന്ന് വിവരം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, ഞമ്മക്ക് അങ്ങോട്ട് പോകായിരുന്നില്ലേ എന്ന് ചോദിച്ചു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എൻ്റെ വാപ്പ മുസ്ലിം ആകണമെന്ന് പറയുന്നുണ്ട്, വാപ്പാക്കൊന്ന് കലിമ ചൊല്ലിക്കൊടുക്കീന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ കലിമ ചൊല്ലിക്കൊടുത്തു. അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ഏറ്റു ചൊല്ലിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്തേ സിദ്ദീഖേ നിങ്ങൾ കരഞ്ഞു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബ് ആണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയതാണ് നബിയെ. അപ്പൊ ചോദിച്ചു, അബൂബക്കറെ എന്താ ഇങ്ങളെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ മൂത്താപ്പ മുസ്ലിമാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതല്ലേ ഇങ്ങക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു, എന്നാ അതന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എല്ലാറ്റിനേക്കാളും വലുത് മുഹമ്മദ് നബി ആകട്ടെ, ഉമ്മയേക്കാളും ഉപ്പയേക്കാളും. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ
سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله.